Yes, sir. Okay. 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 This call is now being recorded. Okay. കുറച്ചുകൂടി ആൾക്കാർ ജോയിൻ ചെയ്യട്ടെ. Yes, sir. ഓക്കെ. സോ സൗണ്ട് സ്ക്രീൻ എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അറിയിക്കാം. ഓക്കെ. So today we are going to start the third module of computer networks, and this module mainly concentrates on the functions and the various features of third layer of OSI reference model, that is network layer. OSI reference model ഇതിലെ നെറ്റ്വർക്ക് ലെയർ തേർഡ് ലെയർ ആയിട്ടുള്ള ഫ്രം ബോട്ടം തേർഡ് ലെയർ ആയിട്ടുള്ള നെറ്റ്വർക്ക് ലെയറിനെ പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന മൊഡ്യൂളാണ് തേർഡ് മൊഡ്യൂൾ. Okay, what are the features of this network layer and what are the functions of this network layer? So the network layer is mainly concerned with getting packets from the source all over the way to the destination. Source നിന്ന് പാക്കറ്റ്സ് ആക്കിയിട്ട് ഡാറ്റയെ എടുത്തിട്ട് ഡെസ്റ്റിനേഷനിലോട്ട് കൊണ്ടുവിടുക എന്നുള്ളതാണ് നെറ്റ്വർക്ക് ലെയറിന്റെ ബേസിക് ഫംഗ്ഷൻ. ആൻഡ് ഇറ്റ് ഈസ് ദ ലോവസ്റ്റ് ലെയർ ദാറ്റ് ഡീൽസ് വിത്ത് എൻഡ് ടു എൻഡ് ട്രാൻസ്മിഷൻ. ദെൻ ഈ ഒരു ഫീച്ചർ, ഈ ഒരു വർക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നെറ്റ്വർക്ക് ലെയർ മസ്റ്റ് നോ അബൌട്ട് ദ ടോപ്പോളജി ഓഫ് ദ നെറ്റ്വർക്ക്. നെറ്റ്വർക്കിന്റെ ടോപ്പോളജിയെ പറ്റി ഈ നെറ്റ്വർക്ക് ലെയറിന് അറിയണം. എന്താണ് ടോപ്പോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്തൊക്കെ റൂട്ടേഴ്സ് ഉണ്ട്, ഏതൊക്കെ ലിങ്കുകൾ ആ റൂട്ടറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ നെറ്റ്വർക്ക് ലെയറിന് അറിയണം. എന്നാൽ മാത്രമേ പ്രോപ്പർ വേയിലൂടെ പ്രോപ്പർ പാത്തിലൂടെ ഡെസ്റ്റിനേഷനിലോട്ട് ഡാറ്റ റീച്ച് ചെയ്യിക്കാൻ വേണ്ടി പറ്റുള്ളൂ. Okay, so the main function of the network layer is to transfer the packets from source to destination. For this purpose, the network layer should know about the topology of the network. അതായത് ഏതൊക്കെ റൂട്ടേഴ്സ് ഉണ്ട്, ഏതൊക്കെ ലിങ്കുകൾ ആ റൂട്ടറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ഓക്കെ ഇന്ന ഡെസ്റ്റിനേഷനിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഓക്കെ ഈ റൂട്ടർ വഴി ഇന്ന ലിങ്ക് വഴി പാസ് ചെയ്യണമെന്ന് നെറ്റ്വർക്ക് ലെയറിന് ഡിസൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, അല്ലെങ്കിൽ റൂട്ടറിന് ഡിസൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇങ്ങനെ റൂട്ടർ ചൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഓവർലോഡിങ്ങും ഐഡിയൽ ആയിട്ടുള്ള സ്റ്റേറ്റും ഉണ്ടാവരുത്. ഫോർ എക്സാമ്പിൾ, ഈ നെറ്റ്വർക്ക് ലെയറിലൂടെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ചില റൂട്ടർ മാത്രം കംപ്ലീറ്റ്ലി ഫുള്ളി എൻഗേജ്ഡ് ആയി പോവാണ്. എന്നാൽ ചില റൂട്ടർ അല്ലെങ്കിൽ ചില പാത്തുകൾ തീരെ എൻഗേജ്ഡ് ആവുന്നില്ല, ഫുൾ ഐഡിയലായി നിൽക്കുകയാണ്. അപ്പോൾ എന്താ സിറ്റുവേഷൻ വരിക? ചില റൂട്ടർ ഓവർലോഡിങ് ആയി പോവും, ചില റൂട്ടറിന് യാതൊരു വർക്കും ഉണ്ടായിരിക്കില്ല. അപ്പം ഓവർലോഡിങ് ആയിട്ടുള്ള ആ റൂട്ടറിൽ ട്രാഫിക് കൂടും, സ്ലോ ആവും, അങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടാവും. അത് മനസ്സിലാക്കിയിട്ട് എന്നാൽ സെയിം സമയം ബാക്കിയുള്ള റൂട്ടർ ഒരു വർക്കും ചെയ്യാതെ വെറുതെ നിൽക്കുകയാണ്, അവിടെ അത്രയും റിസോഴ്സ് വേസ്റ്റ് ആവുകയാണ്. സോ അതിനനുസരിച്ചിട്ട് ഓക്കെ ഈ ഇന്ന റൂട്ടർ ഇപ്പം ബിസിയാണ്, സോ നെക്സ്റ്റ് റൂട്ടർ വഴി ഈവൻ കുറച്ച് ലെങ്തി റൂട്ട് ആണെങ്കിൽ പോലും അതുവഴി ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ള തീരുമാനത്തിലോട്ട് കമ്പനി പറ്റണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മളെ കോളേജ് ടു മട്ടന്നൂർ ശിവപുരം റൂട്ട് വഴി മാത്രമേ എപ്പോൾ പോകുന്നുള്ളൂ. എപ്പോഴും ശിവപുരം റൂട്ട് മാത്രം ചൂസ് ചെയ്യാൻ പാടില്ല. കാരണം ചില സമയത്ത് എല്ലാ വെഹിക്കിൾസും സെയിം റൂട്ട് വഴി പോകുമ്പോൾ അവിടെ ട്രാഫിക് ഉണ്ടാവും. ബട്ട് ആ ഒരു സമയത്ത് ഒരുപാട് റൂട്ട് അവിടെ ഫ്രീ ആയി കിടക്കുകയാണ്. സോ എല്ലാവരും കുറച്ച് ലെങ്ത് കുറവാണെന്ന് കണ്ടിട്ട് എല്ലാവരും ഈ ഒരു ശിവപുരം റൂട്ട് തന്നെ പോവുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? അവിടെ ഒരു ട്രാഫിക് ഉണ്ടാവും, അവിടെ സ്ലോ ആവും. ആ സമയത്ത് എന്താ ഒരുപാട് റൂട്ട് യാതൊരു യൂസും ഇല്ലാതെ അവിടെ എൻഗേജ് അല്ലാതെ നിൽക്കുകയാണ്. അതിനും പകരം കുറച്ച് വെഹിക്കിൾസ് ഈ ഒരു ഉരുവച്ചാൽ റൂട്ട് വഴി വിടുകയാണെങ്കിൽ അതിന് വളരെ ഫാസ്റ്റായിട്ട് എത്താൻ പറ്റും, കാരണം അവിടെ ട്രാഫിക് ഇല്ല.
ഓക്കെ, സോ അതാണ് ഈ ഒരു പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് മസ്റ്റ് ഓൾസോ ടേക്ക് കെയർ വെൻ ചൂസിങ് റൂട്ട് ടു അവോയ്ഡ് ഓവർലോഡിങ് സം ഓഫ് ദ കമ്മ്യൂണിക്കേഷൻ ലൈൻ ആൻഡ് റൂട്ടർ വൈൽ ലീവിങ് അതേഴ്സ് ഐഡിയൽ. ചിലത് ഓവർലോഡിങ്ങും ചിലത് ഐഡിയൽ ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാവരുത്. സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് ഈക്വൽ ആയിട്ട് റൂട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. ദെൻ ഇനി ഈ ഒരു റൂട്ടിങ് രണ്ട് സെയിം ടൈപ്പ് നെറ്റ്വർക്കിന്റെ ഇടയിലാണ് റൂട്ട് ചെയ്യുന്നത് എങ്കിൽ വലിയ ഇഷ്യൂ ഇല്ല. ബട്ട് സോഴ്സ് ഒരു ടൈപ്പ് നെറ്റ്വർക്കിലും ഡെസ്റ്റിനേഷൻ മറ്റൊരു ടൈപ്പ് നെറ്റ്വർക്കിലും ആണെങ്കിൽ റൂട്ടിങ് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആവും. സോ അങ്ങനെയുള്ള പ്രോബ്ലംസിനെയും ഈ നെറ്റ്വർക്ക് ലെയർ ഹാൻഡിൽ ചെയ്യണം. ഓക്കെ, അതായത് ഡിഫറെൻറ്റ് ടൈപ്പ് നെറ്റ്വർക്ക്സ് ഉണ്ട്. അപ്പം സോഴ്സ് ഒരു ടൈപ്പ് നെറ്റ്വർക്കിലായിരിക്കും ഉണ്ടാവുക, ഡെസ്റ്റിനേഷൻ വേറൊരു ടൈപ്പ് നെറ്റ്വർക്കിൽ ഉണ്ടാവുക. സോ ഈ ഒരു നെറ്റ്വർക്കിൽ നിന്നും ഈ ഡാറ്റയെ പ്രോപ്പറായിട്ട് കൺവേർട്ട് ചെയ്ത് മറ്റേ നെറ്റ്വർക്കിലോട്ട് റിസീവറിലോട്ട് എത്തിക്കുക എന്നുള്ളതും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ആണ്. അതും നെറ്റ്വർക്ക് ലെയർ ഹാൻഡിൽ ചെയ്യണം. So this is the basic concept about network layer. What is network layer? Then network layer should know the topology of the network. ഏതൊക്കെ റൂട്ടേഴ്സ് ഉണ്ട്, ഏതൊക്കെ ലൈൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കി വെക്കണം. അങ്ങനെ റൂട്ട് ചെയ്യുന്ന സമയത്ത് ചില ലൈൻ ഓവർലോഡിങ്ങും ചിലത് ഐഡിയലായിട്ട് നിൽക്കാൻ പാടില്ല. ദെൻ നെറ്റ്വർക്ക് ഡിഫർ ചെയ്യുന്ന സമയത്ത് ഈ റൂട്ടിംഗ് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയി മാറും. സോ ദാറ്റ് ഓൾസോ ഷുഡ് ബി ഹാൻഡിൽഡ് ബൈ ദ നെറ്റ്വർക്ക് ലെയർ. ദെൻ നെറ്റ്വർക്ക് ലെയർ ഡിസൈൻ ഇഷ്യൂസ്. 4 ഡിസൈൻ ഇഷ്യൂസ് ഉണ്ട് നെറ്റ്വർക്ക് ലെയറിൻ്റെ അകത്ത്. അതിലൊരു ഡിസൈൻ ഇഷ്യൂ എന്തായിരിക്കും? എപ്പോഴും പറയുന്ന കാര്യമാണ്. എന്തായിരിക്കും നെറ്റ്വർക്ക് ലെയറിൻ്റെ അകത്തുള്ള ഒരു ഡിസൈൻ ഇഷ്യൂ? ഏത് ലെയർ എടുത്താലും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഡിസൈൻ ഇഷ്യൂ ആണ്. നമ്മൾ ഏത് ലെയർ പഠിക്കുമ്പോഴും അതിനകത്ത് കുറച്ച് എന്തൊക്കെ ഡിസൈൻ ഇഷ്യൂ മീൻസ് വൈൽ ഡിസൈനിങ് എ നെറ്റ്വർക്ക് ലെയർ വാട്ട് ഓൾ തിങ്സ് ഷുഡ് ബി നോട്ടീസ്ഡ് ഓർ കോൺസെൻട്രേറ്റഡ് ബൈ ദ ഡിസൈനർ. ആ ഡിസൈനർ എന്തൊക്കെ കാര്യങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം, എന്തൊക്കെ കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് അതിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് ഡിസൈൻ ഇഷ്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നെറ്റ്വർക്ക് ഡിസൈൻ ഇഷ്യൂ എന്തായിരിക്കും? 4 മേജർ ഡിസൈൻ ഇഷ്യൂസ് ഉണ്ട്. ബട്ട് ഒന്ന് നമുക്ക് പറയാൻ പറ്റും, ഏത് ലെയർ ആണെങ്കിലും. യെസ്, സർവീസ് പ്രൊവൈഡഡ് ടു ദ അപ്പർ ലെയർ. ഓക്കെ, സർവീസ് പ്രൊവൈഡഡ് ടു ദ അപ്പർ ലെയർ തന്നെയാണ് ഒരു ഡിസൈൻ ഇഷ്യൂ. സോ സർവീസ് പ്രൊവൈഡഡ് ടു ദ ട്രാൻസ്പോർട്ട് ലെയർ ആണ് ഒരു ഡിസൈൻ ഇഷ്യൂ. ഓക്കെ, അത് നമുക്ക് ഏത് ലെയറിന് പറയാൻ പറ്റും. ഡാറ്റ ലിങ്ക് ലെയർ ആണെങ്കിൽ സർവീസ് പ്രൊവൈഡഡ് ടു ദ അപ്പർ ലെയർ ആൻഡ് ലോവർ ലെയർ ആണ്. അതേപോലെ നെറ്റ്വർക്ക് ലെയറും ദ സർവീസ് പ്രൊവൈഡഡ് ടു ദ അപ്പർ ലെയർ ആണ്, അതായത് ട്രാൻസ്പോർട്ട് ലെയർ. മറ്റൊന്നാണ് സ്റ്റോർ ആൻഡ് ഫോർവേഡ് പാക്കറ്റ് സ്വിച്ചിങ്. ഇതും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോയിന്റ് ആണ്. നമ്മൾ ഇതിൻ്റെ അകത്തുള്ള 4 ഡിസൈൻ ഇഷ്യൂസും ഡിസ്കസ് ചെയ്തതാണ്. ഒന്ന് സ്റ്റോർ ആൻഡ് ഫോർവേഡ് പാക്കറ്റ് സ്വിച്ചിങ്, 2 സർവീസ് പ്രൊവൈഡ് ടു ദ ട്രാൻസ്പോർട്ട് ലെയർ, 3 ഇംപ്ലിമെന്റേഷൻ ഓഫ് കണക്ഷൻ ലെസ് സർവീസ് ആൻഡ് കണക്ഷൻ ഓറിയന്റഡ് സർവീസ്. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതിൽ സ്റ്റോപ്പ് ആൻഡ് ഫോർവേഡ് പാക്കറ്റ് സ്വിച്ചിങ് എന്തായിരുന്നു, എന്തുകൊണ്ടായിരുന്നു ഇതിനെ സ്റ്റോപ്പ് ആൻഡ് ഫോർവേഡ് പാക്കറ്റ് സ്വിച്ചിങ് എന്ന് പറയുന്നത്? ഇത് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്തതാണ്. വാട്ട് യു മീൻ ബൈ സ്റ്റോപ്പ് ആൻഡ് ഫോർവേഡ് പാക്കറ്റ് സ്വിച്ചിങ്? വിത്ത് ഡയഗ്രാം നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ് സ്റ്റോപ്പ് ആൻഡ് ഫോർവേഡ് പാക്കറ്റ് സ്വിച്ചിങ്. ആർക്കും ഓർമ്മയില്ല? സ്റ്റോപ്പ് ആൻഡ് ഫോർവേഡ് മീൻസ് ഒരു റൂട്ടർ, ആ റൂട്ടറിൽ ലാർജ് നമ്പർ ഓഫ് ഇൻപുട്ട് ലൈൻസ് ഉണ്ടാവും, ഔട്ട്പുട്ട് ലൈൻസ് ഉണ്ടാവും. സോ ഇഫ് എ മെസ്സേജ് അറൈവ്സ് ടു ദ റൂട്ടർ, then it will check the destination address and it will forward to the corresponding output line. Okay, so ആ ഒരു മെസ്സേജ് ഔട്ട്പുട്ട് ലൈനോട്ട് സ്വിച്ച് ചെയ്ത് കൊടുക്കും. ഇൻ കേസ് ആ സ്വിച്ച് ചെയ്യേണ്ട ലൈന് ബിസി ആണ് എങ്കിൽ, അതൊരു വളരെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് ആയിരിക്കും, എന്നാൽ പോലും അത് ബിസി ആണ് എങ്കിൽ അത്രയും സമയം ഈ റൂട്ടർ തന്നെ അതിനൊന്ന് ഹോൾഡ് ചെയ്യും. അതിനുശേഷമാണ് ആ ലൈനിലോട്ട് ഇതിനെ സ്വിച്ച് ചെയ്തിട്ട് ഫോർവേഡ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ദാറ്റ്സ് വൈ ഇറ്റ്സ് കോൾഡ് സ്റ്റോർ ആൻഡ് ഫോർവേഡ്. അതായത് കുറച്ച് സമയത്തേക്കാണെങ്കിലും അതൊന്ന് സ്റ്റോർ ചെയ്യുന്നുണ്ട് ഇഫ് ദ ഔട്ട്പുട്ട് ലൈൻ ഈസ് ബിസി. ഓക്കെ, അതുകൊണ്ടാണ് ഇതിനെ സ്റ്റോർ ആൻഡ് ഫോർവേഡ് പാക്കറ്റ് സ്വിച്ചിങ് എന്ന് പറയുന്നത്. മുന്നേ പറഞ്ഞതാണ്, ഒന്നുകൂടി റിഫ്രഷ് ചെയ്തേ ഉള്ളൂ. അതായത് ഈ റൂട്ടറിന് മനസ്സിലായി ഒരു പാക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്കാണ് വിടേണ്ടത്.
ഇങ്ങോട്ടേക്കാണ് വേണ്ടത്, ബട്ട് ഈ ലൈൻ ഇപ്പം ഫുള്ളി എൻഗേജ്ഡ് ആണ്. അപ്പോൾ ആ ഒരു ചെറിയ സമയത്തേക്ക് ഈ റൂട്ടർ അതിനൊന്ന് സ്റ്റോർ ചെയ്യും ആ വരുന്ന പാക്കറ്റിനെ, എന്നിട്ടാണ് ഇത് ഫ്രീ ആകുമ്പോൾ അങ്ങോട്ടേക്ക് കടത്തി വിടുക. ഇതെല്ലാം നടക്കുന്നത് വളരെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിലാണ്, ബട്ട് സ്റ്റിൽ ദിസ് റൂട്ടർ സ്റ്റോർസ് ദാറ്റ് പാക്കറ്റ് ഫോർ എ പെർട്ടിക്കുലർ മൊമെന്റ് if this line is busy. That's why it's called store and forward packet switching. സർവീസ് പ്രൊവൈഡ് ചെയ്ത ട്രാൻസ്പോർട്ട് ലെയർ പറഞ്ഞു. കണക്ഷൻ ലെസ് സർവീസ് എന്താണെന്ന് നമുക്കറിയാം, കണക്ഷൻ ഓറിയന്റഡ് എന്താണെന്ന് നമുക്കറിയാം. സോ ഇങ്ങനെയുള്ള കണക്ഷൻ ലെസ് സർവീസും കണക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള സർവീസുകളും നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണം. ഈ നെറ്റ്വർക്ക് ലെയറിനെ സംബന്ധിച്ചിടത്തോളം ഈ കണക്ഷൻ ലെസ് സർവീസ്, കണക്ഷൻ ഓറിയന്റഡ് സർവീസ് എന്തായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവുക? നെറ്റ്വർക്ക് ലെയറിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എന്ത് ടൈപ്പ് നെറ്റ്വർക്കിനെയായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവുക? നെറ്റ്വർക്ക് ലെയറിനെ സംബന്ധിച്ചിടത്തോളം ഈ കണക്ഷൻ ലെസ് സർവീസ്, കണക്ഷൻ ഓറിയന്റഡ് സർവീസ് എന്ന് പറയുന്നുണ്ട്. അത് ഏതൊക്കെ ടൈപ്പ് നെറ്റ്വർക്കിനെയായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവുക? നിങ്ങൾ ഐഡിയ ഉണ്ടാവും. ഇത് നിങ്ങൾ പഠിച്ച ഒരു കൺസെപ്റ്റ് ആണ് മുന്നേ. കണക്ഷൻ ലെസ് സർവീസും കണക്ഷൻ ഓറിയന്റഡ് സർവീസും. പേര് തന്നെ ഉണ്ട്, കണക്ഷൻ ഉണ്ടാക്കുന്നില്ല, മറ്റൊന്ന് കണക്ഷൻ ആദ്യം ഉണ്ടാക്കി വെക്കുന്നു. നെറ്റ്വർക്ക് ലെയറിനെ സംബന്ധിച്ചിടത്തോളം അത് എന്ത് ടൈപ്പ് നെറ്റ്വർക്ക്സ് ആയിരുന്നു? ഏത് ടൈപ്പ് നെറ്റ്വർക്ക് ആണെന്ന് പറഞ്ഞാൽ മതി. നമ്മൾ TCP UDP എന്നുള്ള ട്രാൻസ്പോർട്ട് ലെയർ പ്രോട്ടോക്കോളാണ്, അത് വിട്ടേക്കു. ഈ കണക്ഷൻ ലെസ് സർവീസും കണക്ഷൻ ഓറിയന്റഡ് സർവീസും ഉണ്ട് എങ്കിൽ അത് ഏത് ടൈപ്പ് നെറ്റ്വർക്സിന് വേണ്ടിയിട്ടായിരിക്കും? നമ്മൾ പഠിച്ച കൺസെപ്റ്റ് ആണ്. ജസ്റ്റ് ഐഡിയ പറഞ്ഞോളൂ, നിങ്ങൾ പഠിച്ചു വെച്ചിട്ട് ഐഡിയ പറഞ്ഞോ, തെറ്റിയാലും കുഴപ്പമില്ല. മേ ബി നിങ്ങൾ ചിന്തിക്കുന്നത് കറക്റ്റ് ആയിരിക്കാം. കണക്ഷൻ ലെസ് സർവീസ്, കണക്ഷൻ ഓറിയന്റഡ് സർവീസ്, അത് TCP UDP ആണ് ട്രാൻസ്പോർട്ട് ലെയറിനെ സംബന്ധിച്ചിടത്തോളം. ബട്ട് ഇൻ കേസ് ഓഫ് നെറ്റ്വർക്ക് ആണെങ്കിൽ ഇത് എങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക? അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്പ് അങ്ങനെയുള്ള നെറ്റ്വർക്ക്സ് എന്തൊക്കെയായിരിക്കും? നിങ്ങൾ പഠിച്ച രണ്ട് ടൈപ്പ് നെറ്റ്വർക്കിന്റെ പേരെന്ന് പറഞ്ഞാൽ മതി, അത് തന്നെയാണ് ആൻസർ. ഓക്കെ, ലാൻ. ഓക്കെ ലാനിൽ തന്നെ. ഓക്കെ, ലാൻ ഒരു ടൈപ്പ് നെറ്റ്വർക്കാണ്. ഓക്കെ, ബട്ട് ഇത് അതായത് ബേസ്ഡ് ഓൺ ദ കണക്ഷൻ, ടൈപ്സ് ഓഫ് കണക്ഷൻ്റെ ബേസിസിൽ നമുക്ക് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, എനിവേസ് താങ്ക് യു അനക. അറ്റ്ലീസ്റ്റ് നിങ്ങൾ റിപ്ലൈ ചെയ്യോട്ടോ, എന്തോ ആയിക്കോട്ടെ, മീൻസ് നമുക്ക് ആ ഒരു ഐഡിയ ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, നിങ്ങൾ ഈ ഒരു കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട്, ഡാറ്റാഗ്രാം നെറ്റ്വർക്ക്, വിർച്വൽ സർക്യൂട്ട് നെറ്റ്വർക്ക്. ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഡാറ്റാഗ്രാം നെറ്റ്വർക്കും വിർച്വൽ സർക്യൂട്ട് നെറ്റ്വർക്കും. വിർച്വൽ സർക്യൂട്ട് നെറ്റ്വർക്കിൽ ഓൾറെഡി ഒരു കണക്ഷൻ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യും, ഓൾറെഡി ഒരു പാത്ത് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യും, റിസോഴ്സസ് ഒക്കെ മാറ്റി വെക്കും. ആ ഒരു കാര്യം ഓർമ്മയില്ലേ? ഡാറ്റാഗ്രാമിൽ അങ്ങനെയല്ല, ഡൈനാമിക്കലിയാണ് ചെയ്യുന്നത്. സോ ഇത് വെച്ചിട്ട് നമുക്ക് പറയാം ദീസ് ആർ ദ ടു ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക് ബേസ്ഡ് ഓൺ ദിസ് കൺസെപ്റ്റ്. ഓക്കെ, ഇത് നിങ്ങൾ മുന്നേ അറിയുന്ന കൺസെപ്റ്റ് തന്നെയാണ്. ഡാറ്റാഗ്രാം അറിയാം, വിർച്വൽ സർക്യൂട്ട് അറിയാം. അപ്പം ലാസ്റ്റ് സാമ്പിൾ പോലും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ദ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഓഫ് നെറ്റ്വർക്ക് ലെയർ. നെറ്റ്വർക്ക് ലെയറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷനാണ് റൂട്ടിംഗ്. ആ റൂട്ടിംഗാണ് മെയിനായിട്ട് ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സോ റൂട്ടിംഗ് ഈസ് ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് ദ നെറ്റ്വർക്ക് ലെയർ. That is to route the packet from the source machine to the destination machine. ഈ റൂട്ടിംഗ് അൽഗോരിതം എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ലെയർ സോഫ്റ്റ്വെയറിൻ്റെ ഒരു പാർട്ട് തന്നെയായിരിക്കും. നെറ്റ്വർക്ക് ലെയറിൻ്റെ അകത്ത് ഉണ്ടാകുന്ന സോഫ്റ്റ്വെയർസ് ഉണ്ടാവും, ആ നെറ്റ്വർക്ക് ലെയർ സോഫ്റ്റ്വെയർസിൻ്റെ ഒരു പാർട്ട് തന്നെയായിരിക്കും ഈ ഒരു റൂട്ടിംഗ് അൽഗോരിതം. ആൻഡ് ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ചൂസിങ് ദ ഔട്ട്പുട്ട് ലൈൻ ബേസ്ഡ് ഓൺ ദ അഡ്രസ് റിസീവ്ഡ് ഫ്രം ദ ഇൻപുട്ട് ലൈൻ. ഓക്കെ, ദെൻ ഈ നെറ്റ്വർക്കിൻ്റെ അകത്ത് തന്നെ ഡാറ്റാഗ്രാമും വിർച്വൽ സർക്യൂട്ടും നേരത്തെ പറഞ്ഞതുപോലെ വിർച്വൽ സർക്യൂട്ട് ഉണ്ട്, ഡാറ്റാഗ്രാം ഉണ്ടാവും. വിർച്വൽ സർക്യൂട്ട് ആണെങ്കിൽ എന്താണ്, ഓൾറെഡി ഫിക്സ് ചെയ്ത റൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഫിക്സ് ചെയ്ത റൂട്ട് വഴിയായിരിക്കും ഡയറക്റ്റ് ആയിട്ട് ഇത് അയച്ചു കൊടുക്കുന്നുണ്ടാവും. അതായത് സ്റ്റാർട്ടിങ് തീരുമാനിക്കും, നമുക്ക് ഇന്ന വഴി പോയാൽ മതി,
എന്ന് തീരുമാനിച്ചിട്ട് ആ ഇൻഫർമേഷൻ പാസ് ചെയ്യും. അത് എല്ലാ റൂട്ടേഴ്സും ഡൗൺലോഡ് ചെയ്ത് വെക്കും. ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നേരെ ആ റൂട്ടർ വഴി മാത്രം പാസ് ചെയ്യിപ്പിക്കുക. ഇതാണ് വെർച്വൽ സർക്യൂട്ട്. ഡാറ്റാഗ്രാം എന്ന് പറഞ്ഞാൽ ഡൈനാമിക് ആണ്. ഓരോ സമയവും ഡിസിഷൻ മാറിക്കൊണ്ടിരിക്കും. അതായത് പെട്ടെന്ന് ഒരു സമയത്ത് പുതിയൊരു റൂട്ടർ കുറച്ചുകൂടി പെട്ടെന്ന് അടുത്തെത്തും എന്ന് കാണുകയാണെങ്കിൽ നേരെ അതുവഴി വിടും. ഇനി ചെറിയ ഒരു റൂട്ട് ഉണ്ടെങ്കിൽ പോലും അവിടെ ട്രാഫിക് ആണെങ്കിൽ കുറച്ചുകൂടി വലിയ റൂട്ടാണെങ്കിൽ പോലും അതുവഴി പെട്ടെന്ന് എത്തുന്നുള്ളതുകൊണ്ട് അതുവഴി വിടും. അങ്ങനെയുള്ളതാണ് ഡാറ്റാഗ്രാം എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഡിസൈഡ് ദ റൂട്ട് ഡൈനാമിക്കലി. ഓക്കെ, ദെൻ ഈ വെർച്വൽ സർക്യൂട്ടിൻ്റെ അകത്ത് ഓൾറെഡി ഒരു പാത്ത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് അതുവഴി മാത്രമാണ് നമ്മൾ അയക്കുന്നത്. ഒരു സെഷനൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് അയക്കുന്നത്. ദാറ്റ്സ് വൈ ഇറ്റ്സ് ഓൾസോ കോൾഡ് സെഷൻ റൂട്ടിംഗ്. ഈ വെർച്വൽ സർക്യൂട്ട് വഴിയുള്ള റൂട്ടിങ്ങിനെ നമ്മൾ സെഷൻ റൂട്ടിംഗ് എന്നും പറയും. കാരണം ഓൾറെഡി ഒരിക്കൽ എസ്റ്റാബ്ലിഷ് ചെയ്ത പാത്ത് വഴി മാത്രമേ ഡാറ്റ പോകുന്നുള്ളൂ. ഒരു സെഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ഡാറ്റ അയക്കുന്നുണ്ടാവുക. സോ ദ വെർച്വൽ സർക്യൂട്ട് നെറ്റ്വർക്ക് ഫോർ ദ റൂട്ടിംഗ് ത്രൂ ദ വെർച്വൽ സർക്യൂട്ട് ഈസ് ഓൾസോ കോൾഡ് എസ് സെഷൻ റൂട്ടിംഗ്. ഓക്കെ, ഇതാണ് റൂട്ടിംഗ് എന്നുള്ള കൺസെപ്റ്റ്. സോ അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് രണ്ട് ടൈപ്പ് റൂട്ടിങ്ങിന്റെ പേര് പറയാൻ പറ്റില്ല. ഇപ്പൊ പറഞ്ഞ രണ്ട് കൺസെപ്റ്റ് വെച്ചിട്ട് തന്നെ നമുക്ക് രണ്ട് ടൈപ്പ് റൂട്ടിങ്ങിന്റെ പേര് പറയാൻ പറ്റും. അതാണ് നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത്. നമുക്ക് അതിന്റെ പേര് ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? രണ്ട് ടൈപ്പ് റൂട്ടിംഗ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഒന്ന് ബേസ്ഡ് ഓൺ വെർച്വൽ സർക്യൂട്ട് ആണ്, ഒന്ന് ബേസ്ഡ് ഓൺ ഡാറ്റാഗ്രാം ആണ്. സോ അതിന്റെ ബേസിസിൽ ഒന്ന് ഗസ് ചെയ്യാൻ പറ്റും എന്തൊക്കെയായിരിക്കും ആ രണ്ട് ഡിഫറെന്റ് മേജർ കാറ്റഗറി ഓഫ് റൂട്ടിംഗ്. Yes, exactly. Static and dynamic. Okay, Masna. So these are the two type of major classification of routing: static and dynamic. Static എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുള്ള റൂട്ട് വഴി മാത്രം അയക്കുന്നതാണ് സ്റ്റാറ്റിക്. ഡൈനാമിക് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ദ സിറ്റുവേഷൻ അത് മാറിക്കൊണ്ടിരിക്കും. ഡൈനാമിക് ആയിട്ടായിരിക്കും തീരുമാനിക്കുന്നുണ്ടാവുക. ഓക്കെ, ഇന്ന റൂട്ട് ചൂസ് ചെയ്യാം. ദെൻ ഓക്കെ, ഈ റൂട്ട് ഷോർട്ട് ആണ്, ബട്ട് നൗ ഇറ്റ് ഈസ് ഫുള്ളി കൺജസ്റ്റഡ്, സോ വി ക്യാൻ ചൂസ് അനദർ റൂട്ട് എന്നൊക്കെ തീരുമാനിച്ച് അയക്കുന്നതിനാണ് ഡൈനാമിക് എന്ന് പറയുക. ബട്ട് സ്റ്റാറ്റിക്കിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എപ്പോഴും ഒരേ പാത്താണ് ഫോളോ ചെയ്യുക. ഈവൺ ഇഫ് ഒരു ട്രാഫിക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സെയിം പാത്ത് തന്നെ ഫോളോ ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ദീസ് ആർ ദ മേജർ ക്ലാസിഫിക്കേഷൻ ഓഫ് റൂട്ടിംഗ്. ബട്ട് ഇതിന് നമ്മൾ വേറെ ചെറിയൊരു ഫീൽഡിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്, അത് പറയാം. ദെൻ ഒരു റൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് പ്രോസസ്സുകൾ ആ റൂട്ടിലുണ്ട്. ഒന്നാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ, ആ വരുന്ന പാക്കറ്റ് നോക്കുക, അതിൻ്റെ അഡ്രസ്സ് നോക്കുക, എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് നോക്കുക, എന്നിട്ട് നേരെ അതുവഴി അങ്ങ് ഫോർവേഡ് ചെയ്യാം. ഈ എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ള ഇൻഫർമേഷനൊക്കെ ഫില്ല് ചെയ്തിട്ടുള്ള ഒരു ടേബിളിലാണ്. ആ ടേബിളിൻ്റെ പേരാണ് റൂട്ടിംഗ് ടേബിൾ എന്ന് പറയും. ഓക്കെ, ഈ രണ്ടാമത്തെ പ്രോസസ്സിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈ റൂട്ടിംഗ് ടേബിൾ ഫില്ല് ചെയ്യുന്നതാണ്. അതിപ്പോൾ എസ്പെഷ്യലി ഡൈനാമിക് റൂട്ടിംഗ് ഒക്കെ ആണെങ്കിൽ ഓരോ സമയത്തും റൂട്ട് മാറിക്കൊണ്ടിരിക്കും ഒരു പെർട്ടിക്കുലർ ഡെസ്റ്റിനേഷനോട്ട് എത്താൻ വേണ്ടിയിട്ട്. സോ ആ ഇൻഫർമേഷനൊക്കെ അപ് ടു ഡേറ്റ് അപ് ടു ടൈം ഇത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം ടേബിളിൻ്റെ അകത്ത്. അങ്ങനെ ആകുമ്പോഴാണ് അടുത്ത് വരുന്ന മെസ്സേജിനൊക്കെ ഇന്ന വഴിയാ പോകേണ്ടത് നോക്കിയിട്ട് പോവുക. ഇനി സ്റ്റാറ്റിക് റൂട്ടിംഗ് ആണെങ്കിൽ ഓൾറെഡി ഈ റൂട്ടറിൻ്റെ റൂട്ടിംഗ് ടേബിൾ ഉണ്ടാവും. ഓക്കെ, ഇന്നേക്ക് ഈ അഡ്രസ് ഈ റൂട്ടാണ് പോകേണ്ടത്, അതും ആ ഒരു ടേബിളിൻ്റെ അകത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, സോ അതാണ് രണ്ടാമത്തെ പ്രോസസ്സിൻ്റെ ഡ്യൂട്ടി. That means a router has two processes inside it. First process means വരുന്ന പാക്കറ്റിനെ എടുക്കുക, എങ്ങോട്ടാണ് പോകേണ്ടത് നോക്കുക, ആ പോകേണ്ട റൂട്ടിലോട്ട് ഇതിനെ സ്വിച്ച് ചെയ്യുക. ഇൻഫർമേഷൻ സ്റ്റോർഡ് ഇൻ ദ റൂട്ടിംഗ് ടേബിൾ. കാരണം റൂട്ടിംഗ് ടേബിൾ ആണ് ആ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. ഇന്ന സ്ഥലത്തോട്ടാണ് പോകേണ്ടെങ്കിൽ ഇന്ന റൂട്ട് പോകാന്നുള്ളത്. രണ്ടാമത്തെ പ്രോസസ്സിൻ്റെ ഡ്യൂട്ടിയാണ് ആ റൂട്ടിംഗ് ടേബിൾ ഫില്ല് ചെയ്യുക. എസ്പെഷ്യലി ഡൈനാമിക് അൽഗോരിതം ആണെങ്കിൽ ഓരോ സമയവും ഒരു ഡെസ്റ്റിനേഷനോട്ടുള്ള റൂട്ട് മാറിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ചിട്ട് അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. Okay, that is the second process duty. Then ഒരു റൂട്ടിംഗ് അൽഗോരിതം സെലക്ട് ചെയ്യുമ്പോൾ കാര്യങ്ങൾ ഒരു റൂട്ടിംഗ് അൽഗോരിതത്തിന് ഉണ്ടായിരിക്കണം. കറക്റ്റ് ആയിരിക്കണം, സിമ്പിൾ ആയിരിക്കണം. റോബസ്റ്റ്നെസ് മീൻസ് എന്തെങ്കിലും ഒരു എക്സെപ്ഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. സ്കെയിലബിൾ ആയിരിക്കണം. ഫെയർനെസ് മീൻസ് ഒരു ഫെയർ മാനറിൽ തന്നെ ഇതിനെ ഹാൻഡിൽ ചെയ്യണം. ഫോർ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു റൂട്ടർ ഫുള്ളി എൻഗേജ്ഡ് മറ്റൊരു റൂട്ടിൽ ഐഡിയലായിട്ട് നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാവരുത്. ദെൻ എഫിഷ്യൻ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ദീസ് ആർ ദ
desirable properties of a routing algorithm. Okay, so ഈ ഒരു slide മെയിൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, what are the two functions of a router, or what are the two processes which are coming inside a router? There are two processes. One just forward the packet based on the address, based on the destination address, and based on the information stored in the routing table. രണ്ടാമത്തെ പ്രോസസ്സ് ആ റൂട്ടിംഗ് ടേബിൾ ഫില്ല് ചെയ്യുക. ഓക്കെ, then routing algorithm can be grouped into two major classes. റൂട്ടിംഗ് അൽഗോരിതം നമ്മൾ രണ്ടായിട്ട് മെയിനായിട്ട് ക്ലാസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് നോൺ അഡാപ്റ്റീവും, രണ്ട് അഡാപ്റ്റീവും. ഓക്കെ, റൂട്ടിംഗ് അൽഗോരിതം നമ്മൾ മേജറായിട്ട് രണ്ടായി ക്ലാസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് നോൺ അഡാപ്റ്റീവ്, രണ്ട് അഡാപ്റ്റീവ്. ഓക്കെ, നമ്മൾ നേരത്തെ ഇപ്പം നമ്മൾ പറഞ്ഞു രണ്ടായിട്ട് ക്ലാസ് ചെയ്തിട്ടുണ്ട്, സ്റ്റാറ്റിക്, ഡൈനാമിക് എന്നുള്ളത്. ഇതിൻ്റെ തന്നെ മറ്റൊരു പേരാണ് നോൺ അഡാപ്റ്റീവും അഡാപ്റ്റീവും. അപ്പോൾ ഈ പേര് വെച്ച് നിങ്ങൾക്ക് ഏതായിരിക്കും സ്റ്റാറ്റിക്, ഏതായിരിക്കും ഡൈനാമിക്? പേരിങ്ങനെയാണ്, നോൺ അഡാപ്റ്റീവും അഡാപ്റ്റീവും. പേര് മീനിങ് വെച്ചിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിനെ കിട്ടും ഏതാണ് സ്റ്റാറ്റിക്, ഏതാണ് ഡൈനാമിക് എന്ന്. ഏതായിരിക്കും സ്റ്റാറ്റിക്, ഏതായിരിക്കും ഡൈനാമിക്? സ്റ്റാറ്റിക് എന്താണെന്ന് അറിയാം, ഡൈനാമിക് എന്താണെന്ന് അറിയാം. ആൻഡ് the major classification of routing algorithms are non-adaptive and adaptive. ഏതായിരിക്കും നോൺ അഡാപ്റ്റീവ്, ഏതായിരിക്കും അഡാപ്റ്റീവ്? യെസ്, ഓക്കെ. അനക അഡാപ്റ്റീവ് മീൻസ് ഡൈനാമിക്, അതും പേരിൽ തന്നെയുണ്ട്. അതായത് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം. നോൺ അഡാപ്റ്റീവ് മീൻസ് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. മീൻസ് അഡാപ്റ്റ് ചെയ്യാൻ മീൻസ് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് മാറാൻ വേണ്ടി പറ്റണം. സോ അങ്ങനെയുള്ളത് ഡൈനാമിക് ആണ്. കാരണം അതൊരു സിറ്റുവേഷൻ വരികയാണ്, ആ സിറ്റുവേഷൻ്റെ അകത്ത് ഇന്ന റൂട്ട് വഴി പോകാൻ പറ്റൂലെങ്കിൽ തൊട്ടടുത്ത റൂട്ട്, അല്ലെങ്കിൽ വെരി നെക്സ്റ്റ്, അല്ലെങ്കിൽ തൊട്ടടുത്ത ഏറ്റവും ചെറിയ റൂട്ട് നോക്കിയിട്ട് പോകണം. സോ ദാറ്റ്സ് വൈ അഡാപ്റ്റീവ് അൽഗോരിതം എന്ന് പറയുന്നത് ഡൈനാമിക് ആണ്. നോൺ അഡാപ്റ്റീവ് എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ആണ്. So non-adaptive algorithm do not base their routing decisions on any measurement or current topology or traffic. Instead, ഒരു റൂട്ടിംഗ് ഇൻഫർമേഷൻ ആദ്യം പറഞ്ഞിട്ടുണ്ടാവും. ആ ഒരു റൂട്ടിംഗ് ആദ്യം മീൻസ് തീരുമാനിച്ചിട്ടുണ്ടാവും. ആ തീരുമാനിച്ച റൂട്ടിംഗ് ഡൗൺലോഡ് ചെയ്തിട്ട് ഓരോ റൂട്ടറിലും സ്റ്റോർ ചെയ്യും. ദെൻ വരുന്ന പാക്കറ്റിന് അനുസരിച്ചിട്ട് ആ ഡൗൺലോഡ് ചെയ്ത ഇൻഫർമേഷൻ അനുസരിച്ച് ഏത് റൂട്ടാണുള്ളത് അതിലോട്ട് നേരെ അങ്ങ് ഫോർവേഡ് ചെയ്യാം. സോ ഇറ്റ് ഈസ് കോൾഡ് സ്റ്റാറ്റിക് റൂട്ടിംഗ്. ഈ സ്റ്റാറ്റിക് ഇങ്ങനെയല്ലാത്ത ഡൈനാമിക് ആയിട്ട് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് മാറുന്നതിൻ്റെ, അല്ലെങ്കിൽ ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് പുതിയ റൂട്ടുകൾ സെലക്ട് ചെയ്യുന്നതിനാണ് അഡാപ്റ്റീവ് അൽഗോരിതം എന്ന് പറയാം. ദാറ്റ് മീൻസ് ഡൈനാമിക് റൂട്ടിംഗ് അൽഗോരിതം. ഓക്കെ, ദെൻ ഈ സ്റ്റാറ്റിക്കിൻ്റെ അഡ്വാൻറ്റേജ് എന്തായിരിക്കും, ഡിസഡ്വാൻറ്റേജ് എന്തായിരിക്കും? ഡൈനാമിക്കിൻ്റെ അഡ്വാൻറ്റേജ് എന്തായിരിക്കും, ഡിസഡ്വാൻറ്റേജ് എന്തായിരിക്കും? ഇത് നമ്മൾ വെർച്വൽ സർക്യൂട്ട്, ഡാറ്റാഗ്രാം നെറ്റ്വർക്ക് ഒക്കെ പറയുന്ന സമയത്ത് ഓൾമോസ്റ്റ് പറഞ്ഞതാണ്. സെയിം കൺസെപ്റ്റ് തന്നെ ഇവിടെയും നമുക്ക് പറയാൻ പറ്റും. സ്റ്റാറ്റിക്കിൻ്റെ അഡ്വാൻറ്റേജ് എന്തായിരിക്കും? ഓക്കെ, ഏറ്റവും നല്ലത് ഡൈനാമിക് തന്നെയാണ്. കാരണം സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് മാറിപ്പോകാൻ പറ്റും. എസ്പെഷ്യലി ഇങ്ങനെയുള്ള ഇപ്പോഴുള്ള കറണ്ട് സിറ്റുവേഷനകത്ത് പല ഇഷ്യൂസും വരാൻ സാധ്യതയുണ്ട് ഓരോ ലൈനിൻ്റെ അകത്തും. സോ അതിനനുസരിച്ച് പുതിയ പുതിയ റൂട്ടുകൾസ് നോക്കിയിട്ട് ട്രാൻസ്ഫർ ചെയ്ത് പോകുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. ഡൈനാമിക് തന്നെയാണ് നല്ലത്. ബട്ട് എന്നാലും സ്റ്റാറ്റിക്കിന് ഉണ്ടാകുന്ന ചില അഡ്വാൻറ്റേജ് എന്താ? അഡ്വാൻറ്റേജ് മീൻസ് ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത കേസിലാണെങ്കിൽ ഒരു പാത്ത് മൊത്തം ഒരു ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത, അല്ലെങ്കിൽ ആ ഒരു ഇതിൽ ബ്രേക്ക് ഒന്നും ഇല്ലാത്ത കേസിലാണെങ്കിൽ ഹൈ സ്പീഡിൽ ഡാറ്റ സെൻഡ് ചെയ്യാൻ പറ്റും. എറേഴ്സ് ഒന്നും ഉണ്ടാവില്ല. കറക്റ്റ് ഓർഡർ തന്നെ പ്രിസർവ് ചെയ്തിട്ട് ഡെസ്റ്റിനേഷനിലോട്ട് എത്താൻ വേണ്ടി പറ്റും. അതായത് ഒന്നാമത്തെ അയച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ രണ്ടാമത്തെ എത്തുള്ളൂ, അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ എത്തുള്ളൂ. ആ ഓർഡർ നമുക്ക് പ്രിസർവ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് സ്റ്റാറ്റിക് റൂട്ടിംഗ്. ബട്ട് ഇതിൻ്റെ പ്രോബ്ലം എന്താ? ഇൻ കേസ് ഒരു ഇഷ്യൂ ഈ ഒരു ലൈനിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ലൈൻ വഴി പോകുന്ന എൻ്റെ ട്രാഫിക് അവിടെ ബ്ലോക്ക് ആയി പോകും. ആ ലൈനിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു ബ്രേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഡാറ്റയും ലോസ് ആയി പോകും. അങ്ങനെയുള്ള ഇഷ്യൂ ഇതിനുണ്ട്. ഇത് തന്നെ നേരെ തിരിച്ചിട്ടുള്ളതാണ് ഡൈനാമിക്. ഇവിടെയുള്ള അഡ്വാൻറ്റേജ് അവിടെ ഡിസഡ്വാൻറ്റേജ് ആണ്, ഇവിടെയുള്ള ഡിസഡ്വാൻറ്റേജ് അവിടെ അഡ്വാൻറ്റേജ് ആണ്. ഡൈനാമിക്കിൻ്റെ കേസിൽ ഇൻ കേസ് ഒരു ലൈനിൽ ഒരു പ്രോബ്ലം വന്നാലും മറ്റൊരു ലൈൻ വഴി മാറിപ്പോകാൻ പറ്റും. ഡാറ്റ ഒരിക്കലും ലോസ് ആവില്ല, അവിടെ എത്തും. പ്രോബ്ലം എന്ന് പറയുന്നത് ഓർഡർ കറക്റ്റ് ആയിട്ടായിരിക്കില്ല അവിടെ എത്തുന്നുണ്ടാവുക. അതായത് ഒന്നാമത്തെ പാക്കറ്റ് കഴിഞ്ഞ് ചിലപ്പോൾ നാലാമത്തെ പാക്കറ്റ് ആയിരിക്കും എത്തുന്നുണ്ടാവുക, 2-3 പിന്നെയായിരിക്കും വരുന്നുണ്ടാവുക. സോ അതിനനുസരിച്ചിട്ട് അവിടെ ഓർഡർ ചെയ്ത് വെക്കേണ്ടി വരും. ഓക്കെ, അതിനുവേണ്ടി പല മെക്കാനിസംസ് ഉണ്ട്. സോ അങ്ങനെയുള്ള മെക്കാനിസം അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടി വരും. ദാറ്റ് ആർ ദ പ്രോബ്ലംസ് ഓഫ് ഡൈനാമിക് റൂട്ടിംഗ്. ഓക്കെ,
സോ ദീസ് ആർ ദ ബേസിക് കൺസെപ്റ്റ് റിഗാർഡിങ് റൂട്ടിംഗ്. റൂട്ടിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റിന്റെ ബേസിക് ആയിട്ടുള്ളതാണ്. ഇനി നമുക്ക് അങ്ങോട്ട് ഡിഫറെൻറ്റ് ടൈപ്പ് റൂട്ടിംഗ് അൽഗോരിതംസ് ആണ് പഠിക്കാനുള്ളത്. ഒന്ന് രണ്ട് സ്റ്റാറ്റിക് റൂട്ടിങ്ങും 2-3 ഡൈനാമിക് അൽഗോരിതവും ഡൈനാമിക് റൂട്ടിംഗ് അൽഗോരിതമാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ അതിനുശേഷം നമ്മളെ മൊബൈലിനകത്തൊക്കെ എങ്ങനെയാണ് റൂട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടിയാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ളത്. ദെൻ 1-2 റൂട്ടിംഗ് അൽഗോരിതംസ്. ഓക്കെ, സോ ഒരു ബേസിക് ഐഡിയ കിട്ടിയല്ലോ എന്താണ് റൂട്ടിംഗ്, എന്താണ് നെറ്റ്വർക്ക് ലെയർ, ആ നെറ്റ്വർക്ക് ലെയറിന്റെ ഫംഗ്ഷൻ, ആൻഡ് what is the major function that is routing, and what is routing, what are the different types of routing. Okay, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി നമ്മൾ 2 സ്റ്റാറ്റിക് റൂട്ടിങ്ങും 2 to 3 ഡൈനാമിക് റൂട്ടിങ്ങും ആണ് ഡിസ്കസ് ചെയ്യുന്നത് മെയിനായിട്ട്. ഇതിലെന്തെങ്കിലും ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട് ചോദിക്കാം. ഓക്കെ, ഇത് എക്സാം മേ ബി 3 മാർക്സിന് ചോദിക്കാം. അതായത് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ അഡാപ്റ്റീവ് ആൻഡ് നോൺ അഡാപ്റ്റീവ് അൽഗോരിതംസ്, റൂട്ടിംഗ് അൽഗോരിതംസ്, അല്ലെ കമ്പയർ അഡാപ്റ്റീവ് ആൻഡ് നോൺ അഡാപ്റ്റീവ് റൂട്ടിംഗ് അൽഗോരിതം എന്ന് ചോദിക്കാം. മേ ബി സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് എന്ന് ഡയറക്റ്റ് ചോദിക്കില്ല. അപ്പോൾ ഇത് സ്റ്റാറ്റിക്കും ഡൈനാമിക്കും ആണെന്ന് കിട്ടിക്കാൻ എനിക്ക് എഴുതാൻ പറ്റും. സോ സ്റ്റാറ്റിക്കും ഡൈനാമിക്കിൻ്റെയും പേര് മാറിപ്പോകാതെ മനസ്സിലാക്കുക. സോ the first routing algorithm is shortest path routing. ഇത് ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള റൂട്ടിംഗ് അൽഗോരിതമാണ് ഷോർട്ടസ്റ്റ് പാത്ത് റൂട്ടിംഗ്. അതായത് ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടുപിടിച്ചിട്ട് അതുവഴി റൂട്ട് ചെയ്ത് വിടുക. ഇതാണ് ഷോർട്ടസ്റ്റ് പാത്ത് റൂട്ടിങ്ങിന്റെ ഐഡിയ. ദെൻ ടു ഡു ദിസ്, ബിൽഡ് എ ഗ്രാഫ് ഓഫ് നെറ്റ്വർക്ക്. ഒരു ഗ്രാഫ് ഉണ്ടാക്കുക. ആ ഗ്രാഫിനകത്ത് നോർമലി എന്താ ഉണ്ടാവുക, നോഡ്സും ഉണ്ടാവും, എഡ്ജസും ഉണ്ടാവും. ഇവിടെ നോഡ് എന്ന് പറയുന്നത് റൂട്ടറും എഡ്ജ് എന്ന് പറയുന്നത് ആ റൂട്ടറെ തമ്മിൽ കണക്ട് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ ലൈനും ആയിരിക്കും. ഓക്കെ, ദെൻ ഇങ്ങനെയുള്ള ഗ്രാഫിനെ ബേസ് ചെയ്തിട്ട് സോഴ്സ് നിന്ന് ഡെസ്റ്റിനേഷനോട്ട് എത്താനുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടുപിടിക്കുക. ഇതാണ് ഷോർട്ടസ്റ്റ് പാത്ത് റൂട്ടിംഗ് എന്നുള്ള സ്റ്റാറ്റിക് റൂട്ടിംഗ് അൽഗോരിതം കൺസെപ്റ്റ്. ഒന്നുകൂടി, ഷോർട്ടസ്റ്റ് പാത്ത് ഈസ് എ സ്റ്റാറ്റിക് റൂട്ടിംഗ് അൽഗോരിതം. ഇവിടെ ഒരു ഗ്രാഫ് ക്രിയേറ്റ് ചെയ്യും. ഗ്രാഫിന്റെ നോഡ് എന്ന് പറയുന്നത് റൂട്ടറും എഡ്ജ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ലൈനും ആയിരിക്കും. പിന്നെ അതിൻ്റെ ബേസിസിലാണ് ഇതിനെ കണ്ടുപിടിക്കുന്നത്. ഇനി ഷോർട്ടസ്റ്റ് പാത്ത്, അതായത് ഇതൊരു ഗ്രാഫാണ്. ഈ എ എന്ന് പറയുന്ന റൂട്ടറിൽ നിന്ന് എച്ച് എന്ന് പറയുന്ന റൂട്ടറിലോട്ട് പാത്തൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം എന്നിരിക്കുക. അതിൻ്റെ ഇടയിൽ കുറേ റൂട്ടേഴ്സ് ഉണ്ടാവും. ആ റൂട്ടേഴ്സിനെയാണ് നമ്മൾ നോഡായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, ആ നോഡിൻ്റെ ഇടയിലുള്ള കണക്ട് ചെയ്യുന്ന ഈ ലൈനിനെയാണ് കമ്മ്യൂണിക്കേഷൻ ലൈൻ എന്ന് പറയുക. അവിടെ നമുക്ക് കോസ്റ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടാവും. കോസ്റ്റ് എന്താണെന്ന് പറയാം. സോ കൺസെപ്റ്റ് ഓഫ് ഷോർട്ടസ്റ്റ് പാത്ത്. ഒരു പാത്തിന്റെ ലെങ്ത് നമുക്ക് ഏതൊക്കെ രീതിയിൽ കൺസിഡർ ചെയ്യാം. അതായത് സോഴ്സ് നിന്ന് ഡെസ്റ്റിനേഷനിലോട്ട് പോകുന്നതിനിടയ്ക്ക് കുറേ റൂട്ടേഴ്സ് ഉണ്ടാവും. ഒരു റൂട്ടറിൽ നിന്ന് മറ്റൊരു റൂട്ടറിലോട്ടുള്ള നമ്മളതിനെ കോമൺ ആയിട്ട് കോസ്റ്റ് എന്നാ പറയാം. ഏതൊക്കെ ഫാക്ടേഴ്സ് ആയിരിക്കും ആ കോസ്റ്റിനെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ടാവുക? അല്ലെങ്കിൽ സോഴ്സ് നിന്ന് ഡെസ്റ്റിനേഷനിലോട്ട് ഒരു വഴി ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഫാക്ടേഴ്സിനായിരിക്കും ചൂസ് ചെയ്യുന്നുണ്ടാവുക? ജസ്റ്റ് ഒരു ഐഡിയ പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ നമുക്ക് ചൂസ് ചെയ്യാനുണ്ട്. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അങ്ങനെയുള്ള പല ഫാക്ടേഴ്സിനെ ഒന്നുകിൽ ഒരു സിംഗിൾ ഫാക്ടറോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഫാക്ടേഴ്സിന്റെ കോമ്പിനേഷനൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ കോസ്റ്റിനെ തീരുമാനിക്കുക. കോസ്റ്റ് എന്നാണ് ആ ഒരു ടേം, കോസ്റ്റ്. നമ്മൾ സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ. സോഴ്സ് നിന്ന് ഡെസ്റ്റിനേഷനിലോട്ട് ഡാറ്റ അല്ലെ പാക്കറ്റ് പാസ് ചെയ്യണം. അത് പാസ് ചെയ്യുന്നതിന് തീരുമാനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ലാർജ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഉണ്ട്. ആ ഫാക്ടേഴ്സിന്റെ കോമ്പിനേഷൻ, ഒന്നോ അതിലധികമോ ഫാക്ടേഴ്സിന്റെ കോമ്പിനേഷൻ ഒക്കെ എടുത്തിട്ടായിരിക്കും നമ്മൾ കോസ്റ്റ് ഒക്കെ തീരുമാനിക്കുക, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആ ഒരു ഇത് തീരുമാനിക്കുന്നുണ്ടാവുക. സോ എന്തൊക്കെയായിരിക്കും ആ ഒരു ഫാക്ടേഴ്സ്? സിമ്പിളായി ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകണം. നിങ്ങൾ അവിടത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നോക്കുന്നുണ്ടാവുക? നിങ്ങളെ വീട്ടിൽ നിന്ന് ഒരു ടൗണിലോട്ട് പോകണം അല്ലെങ്കിൽ വേറെ സ്ഥലത്തോട്ട് പോകണം. അവിടെ പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ ഫാക്ടേഴ്സിന്റെ ബേസിസിലാണ് റോഡ് അല്ലെങ്കിൽ ഏത് വഴി പോകണമെന്ന് തീരുമാനിക്കുന്നുണ്ടാവുക? യെസ്, ഒന്ന് ടൈം, ഒന്ന് ട്രാഫിക്,
these are some of the factors. ഒന്ന്, എത്ര ടൈം എടുക്കും. രണ്ട്, അവിടെ എത്ര ട്രാഫിക് ഉണ്ട്. വേറെ ടൈം പറയുമ്പോൾ തന്നെ നമുക്ക് വേറെ കാര്യം പറയാൻ പറ്റുമല്ലോ. ഡിസ്റ്റൻസ്. യെസ്, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അതൊരു ഫാക്ടറാണ്. ഓക്കെ, സോ ഈ ഒരു ഫാക്ടേഴ്സ് ഒക്കെ തന്നെയാണ് നമ്മൾ ഇവിടെയും എടുക്കുന്നത്. ഓക്കെ, സോ ഓക്കെ ശ്രീഷ്മ, നിതിൻ, ഒന്ന് ഡിസ്റ്റൻസ്, ഒന്ന് ബാൻഡ് വിഡ്ത്ത്, ഒന്ന് ആവറേജ് ട്രാഫിക്, ഒന്ന് കമ്മ്യൂണിക്കേഷൻ കോസ്റ്റ്, മെഷേർഡ് ഡിലേ, ഇതൊക്കെ ചേർന്നതാണ് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ടേക്കുള്ള ദൂരത്തിന് അല്ലെങ്കിൽ ഏത് വഴി പോകണമെന്ന് സെലക്ട് ചെയ്യുന്നത്. സെയിം കൺസെപ്റ്റ് തന്നെയാണ് ഈ റൂട്ടിങ്ങിൻ്റെ അകത്ത് കൊടുക്കുന്നത്. അതായത് സോഴ്സ് നിന്ന് ഡെസ്റ്റിനേഷനോടുള്ള ഡിസ്റ്റൻസ് എത്രയുണ്ട്. ഡിസ്റ്റൻസ് വളരെ കുറഞ്ഞ സ്ഥലമുണ്ട്, ഡിസ്റ്റൻസ് വളരെ കൂടിയ സ്ഥലമുണ്ട്. പക്ഷേ ഡിസ്റ്റൻസ് വളരെ കൂടിയുള്ള സ്ഥലത്തുള്ള ബാൻഡ് വിഡ്ത്ത് വളരെ കൂടുതലാണ്, കുറഞ്ഞ സ്ഥലത്ത് വളരെ ചെറിയ ബാൻഡ് വിഡ്ത്തേ ഉള്ളൂ. അപ്പം ഡിസ്റ്റൻസ് മാത്രം നോക്കിക്കൊണ്ട് കാര്യമില്ല. ഇനിയിപ്പം ഡിസ്റ്റൻസ് കുറഞ്ഞ സ്ഥലത്ത് ട്രാഫിക് കൂടുതലാണ്, പക്ഷേ ഡിസ്റ്റൻസ് കൂടിയ സമയത്ത് ട്രാഫിക് കുറവാണ്. ഒരു സ്ഥലത്തൂടെ നമുക്ക് ഇതിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ടോട്ടൽ കോസ്റ്റ് ചിലപ്പോൾ കൂടുതലായിരിക്കും. മീൻസ് എക്സാക്ട് കോസ്റ്റ്, മീൻസ് എക്സാക്ട് എമൗണ്ട് ഓഫ് മണി ഓർ എക്സാക്ട് തിങ്സ് ടു ബി ഇംപ്ലിമെൻറ്റഡ് ഓൺ ദാറ്റ് വേ. അത് തന്നെയാണ് കോസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് മെഷേർഡ് ഡിലേ മീൻസ് എവിടെയെങ്കിലും ഡിലേ ഉണ്ടാവുക, അങ്ങനെയുള്ള പല ഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ ഈ ഒരു ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഈ ഗ്രാഫിനകത്ത് നിങ്ങൾക്ക് കുറച്ച് ഇത് എഴുതിയ കാണാം, നമ്പേഴ്സ് എഴുതിയ കാണാം. ആ നമ്പേഴ്സ് തൽക്കാലം അങ്ങോട്ടേക്കുള്ള കോസ്റ്റ് ആണെന്ന് വിചാരിക്കുക. തൽക്കാലം ആ കോസ്റ്റ് ഡിസ്റ്റൻസ് ആണെന്നും വിചാരിക്കുക. ഓക്കെ, അതായത് എന്ന് ഇയിലോട്ട് എത്താൻ വേണ്ടിയിട്ടുള്ള കോസ്റ്റ്, എന്ന് ബിയിലോട്ട് എത്താൻ വേണ്ടിയിട്ട് 2 കിലോമീറ്റർ ആണ്, ബിന്ന് ഇയിലോട്ട് എത്താൻ വേണ്ടി 2 കിലോമീറ്റർ ആണെന്ന് വിചാരിക്കുക. എന്ന് ജിയിലോട്ട് എത്താൻ വേണ്ടിയിട്ട് 6 കിലോമീറ്റർ, ജിന്ന് ഇയിലോട്ട് എത്താൻ വേണ്ടിയിട്ട് 1 കിലോമീറ്റർ. ഓക്കെ, നമ്മൾ എടുക്കുന്ന ഒരു ഫാക്ടർ നമ്പർ ഓഫ് ഹോപ്സ് ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമ്പർ ഓഫ് നോഡ്സ് ആണെന്ന് വിചാരിക്കുക. നമ്പർ ഓഫ് നോഡ്സ് മീൻസ് സോഴ്സ് നിന്ന് ഡെസ്റ്റിനേഷനിലോട്ട് എത്താൻ വേണ്ടിയിട്ട് എത്ര നോഡ് വഴി പോകണം എന്നുള്ളതാണ് നമ്മൾ ഒരു കൗണ്ടായിട്ട് എടുക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്ന് ഇയിലോട്ടുള്ള ഡിസ്റ്റൻസും ത്രൂ ബി, എന്ന് ഇയിലോട്ടുള്ള ത്രൂ ജിയും സെയിം ഡിസ്റ്റൻസ് ആയിരിക്കില്ല. ഇഫ് വി ആർ കൗണ്ടിങ് ദ നമ്പർ ഓഫ് ഹോപ്സ് ഓൺലി. ഐഡിയ മനസ്സിലാവുക? നമ്പർ ഓഫ് ഹോപ്സ് എന്ന് പറഞ്ഞാൽ ഏത് റൂട്ടർ, എത്ര റൂട്ടർ വഴിയാണ് പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ കൗണ്ടായിട്ട് എടുക്കുന്നതെന്ന് വിചാരിക്കുക. അത് വെച്ച് മാത്രം നോക്കുകയാണെങ്കിൽ എന്ന് ഇയിലോട്ടുള്ള ദൂരം ബി വഴിയുള്ളതും ജി വഴിയുള്ളതും സെയിം അല്ലേ? കാരണം രണ്ടിനിടയിലും ഒറ്റ റൂട്ടർ മാത്രമാണ് വരുന്നത്. ബട്ട് നമ്മൾ ഇപ്പം ഡിസ്റ്റൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് രണ്ടും വ്യത്യാസമുണ്ട്. ഓക്കെ, സോ ഒന്നോ അതിലധികമോ ഫാക്ടേഴ്സിൻ്റെ കോമ്പിനേഷൻ ആയിട്ടാണ് നമ്മൾ ഫൈനൽ കോസ്റ്റ് എന്ന് പറയുന്ന കാര്യം തീരുമാനിക്കുന്നത്, ഏത് വഴി പോകണം എന്നുള്ളത്. ഓക്കെ, ആ ഒരു കൺസെപ്റ്റ് ആ ഒരു ഐഡിയ മനസ്സിലായോ? നമ്പർ ഓഫ് ഹോപ്സ് എന്ന് പറയുന്ന സംഭവം മനസ്സിലായോ? നമ്പർ ഓഫ് ഹോപ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ റൂട്ടറിൽ എത്ര റൂട്ടർ വഴിയാണ് സോഴ്സ് നിന്ന് ഡെസ്റ്റിനേഷനോട്ട് എത്തുന്നത് എന്നുള്ള കൗണ്ടാണ് നമ്പർ ഓഫ് ഹോപ്സ് എന്ന് പറയുന്നത്. ഈ ഒരു എക്സാമ്പിൾ പ്രകാരം നമ്മൾ എന്ന് ഇയിലോട്ട് എത്താനാണെങ്കിൽ ഇതുവഴി പോയാലും ഇതുവഴി പോയാലും ഇടയിൽ ഒറ്റ റൂട്ടർ മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, ആ കേസിൽ രണ്ട് ഡിസ്റ്റൻസും ഈക്വൽ ആണ്. ബട്ട് നമ്മൾ ഡിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ ഇത് 4 ഉള്ളൂ, ഇത് 7 ഉണ്ട്, ഇത് കൂടുതലാണ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഒറ്റ ഫാക്ടർ ആയിരിക്കില്ല നമ്മൾ കാണുന്നുണ്ടാവുക, ഒന്നോ അതിലധികമോ ഫാക്ടേഴ്സിൻ്റെ കോമ്പിനേഷൻ കൂടിയിട്ടായിരിക്കും നമ്മൾ കോസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഷോർട്ടസ്റ്റ് പാത്തിന്റെ ക്രൈറ്റീരിയ തീരുമാനിക്കുന്നുണ്ടാവുക. ദാറ്റ് ഓൾസോ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സിറ്റുവേഷൻ അനുസരിച്ചായിരിക്കും. അതായത് ചില സിറ്റുവേഷൻ്റെ അകത്ത് കുറച്ച് ദൂരം കൂടിയാലും സാരമില്ല, നല്ല എഫിഷ്യൻ്റ് ആയിട്ട് നല്ല വാല്യൂ എടുത്ത് അയക്കേണ്ടി വരും. ആ കേസിൽ അത് ചൂസ് ചെയ്യും. സോ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഈ പറഞ്ഞ ഫാക്ടേഴ്സിൽ ഏതെങ്കിലും ഒന്നോ അതിലധികമോ ഉള്ളതിൻ്റെ കോമ്പിനേഷൻ വെച്ചിട്ടായിരിക്കും ഷോർട്ടസ്റ്റ് പാത്ത് ചൂസ് ചെയ്യുന്നുണ്ടാവുക. ദിസ് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് ഷോർട്ടസ്റ്റ് പാത്ത് അൽഗോരിതം. ആൻഡ് ദിസ് ഷോർട്ടസ്റ്റ് പാത്ത് അൽഗോരിതം ഈസ് ബേസ്ഡ് ഓൺ ഡിജിക്സ്ട്രാസ് ഷോർട്ടസ്റ്റ് പാത്ത്. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും മാത്സിൻ്റെ അകത്ത്. ഈ ഡിജിക്സ്ട്രാ ഷോർട്ടസ്റ്റ് പാത്തിൻ്റെ ബേസിലാണ് ഇത് കാണുന്നത്. ഇനി ഇതെങ്ങനെയാണ് കാണുന്നത് ഒന്ന് ശരിക്കും ശ്രദ്ധിക്കുക. ഓക്കെ, ഇതൊന്നും ശ്രദ്ധിക്കണം, കാരണം കുറച്ച് ഡൗട്ടുള്ളതാണ്. എയിൽ നിന്ന് എനിക്ക് ജിയിലോട്ടുള്ള ദൂരമാണ് കാണേണ്ടത്. ഇവിടെ നമ്മൾ കോസ്റ്റ് ആയിട്ട് തൽക്കാലം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഫാക്ടേഴ്സ് ഒക്കെ ചെയ്തിട്ടുള്ള കോസ്റ്റാണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ കോസ്റ്റിൻ്റെ ബേസിസിലാണ് ഏറ്റവും ഷോർട്ടസ്റ്റ് പാത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് എയിൽ നിന്ന് എച്ചിലോട്ടുള്ള ദൂരമാണ് കാണേണ്ടത്. ഓക്കെ, ഈ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, ഈ കോസ്റ്റ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസോ അല്ലെങ്കിൽ ഇതോ മാത്രമല്ല, നേരത്തെ പറഞ്ഞ ഫാക്ടേഴ്സിൻ്റെ ഒക്കെ ബേസിസ് നമ്മൾ കണ്ടുപിടിച്ച ഒരു കോസ്റ്റാണിത്. ഓക്കെ, ആ കോസ്റ്റാണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എയിൽ നിന്ന് എച്ചിലോട്ടുള്ള ദൂരം കാണണം. ഇവിടെ ഓരോ റൂട്ടറിൻ്റെയും സ്പെഷ്യാലിറ്റി എന്താ? ഓരോ റൂട്ടറിനും ഇനീഷ്യലി തൊട്ടടുത്ത നൈബേഴ്സിൻ്റെ ഇൻഫർമേഷൻ മാത്രമേ അറിയാൻ പറ്റുള്ളൂ, ബാക്കിയുള്ള ഇൻഫർമേഷൻ ഒന്നും അറിയാൻ വേണ്ടി പറ്റില്ല. അത് പിന്നെ അങ്ങനെ ഷെയർ ചെയ്തിട്ടാണ് ഓരോരുത്തർക്കും തൊട്ടടുത്തുള്ള എന്തെങ്കിലും ദൂരെയുള്ള സ്ഥലത്തോട്ടൊക്കെ എത്ര
ദൂരം ഉണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടി പറ്റുക. ഇനീഷ്യലി ഓരോ റൂട്ടർക്കും തൊട്ടടുത്ത റൂട്ടറിലോട്ടുള്ള ദൂരം മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ഇത് തൽക്കാലം ഒരു റെഫറൻസ് ആക്കി നമുക്ക് അടവക്കാം. നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എക്ക് ജി എച്ചിലോട്ടാണ് പോകേണ്ടത്. എക്ക് ബിയിലോട്ടുള്ള ദൂരം അറിയാം, ജിയിലോട്ടുള്ള ദൂരം മാത്രം അറിയാം. ഇവിടെ രണ്ട് ഫാക്ടേഴ്സ് കാണുന്നുണ്ട്. ഒന്നൊരു നമ്പറും ഒന്നൊരു റൂട്ടറിൻ്റെ പേരുമാണ്. ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ എയിൽ നിന്ന് ബിയിലോട്ട് 2 ഡിസ്റ്റൻസ് ആണ്. ഏത് വഴി പോകുമ്പോൾ? എ വഴി പോകുമ്പോൾ. എയിൽ നിന്ന് ജിയിലോട്ട് 6, അതായത് ഈ ഒരു റൂട്ടിലോട്ട് 6 ഡിസ്റ്റൻസ് ആണ്. ഏത് വഴി പോകുമ്പോൾ? എ വഴി പോകുമ്പോൾ. അതാണ് ഇതിവിടെ കൊടുത്തിട്ടുള്ളത്. അത് തൊട്ടടുത്ത സ്റ്റെപ്പ് എടുത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. സപ്പോസ് ഇത്രയും മനസ്സിലാക്കുക. രണ്ട് ടപ്പിൾ ഉണ്ടാവും. ഒന്ന് എത്ര ദൂരം ഉണ്ട്, രണ്ട് ഏത് വഴിയാണ് വരുന്നത്. എക്ക് ഇപ്പം ബിന്റെയും ജിന്റെയും ഇൻഫർമേഷൻ മാത്രമേ അറിയൂ, ബാക്കിയുള്ള ഒന്നിന്റെ ഇൻഫർമേഷൻ അറിയില്ല. അതുകൊണ്ട് തൽക്കാലം അത് ഇൻഫിനിറ്റി ആക്കി വെക്കും. ഏത് വഴിയാണ് വരുന്നതെന്നും അറിയില്ല, അതുകൊണ്ട് അവിടെ ഒരു ബ്ലാങ്ക് ആക്കിയിട്ടും വെക്കും. ഓക്കെ, ഒന്ന് സൂം ചെയ്ത് നോക്കിക്കോളൂ നിങ്ങൾ. ഇവിടെ എ ബിയും ജിയിലേക്കുള്ള ദൂരം അറിയാം, ബട്ട് ബാക്കിയുള്ളതിലേക്കുള്ള ദൂരങ്ങളൊന്നും അറിയില്ല. അതുകൊണ്ട് ഇനീഷ്യലി എല്ലാം ഇൻഫിനിറ്റി ആക്കി വെക്കുന്നു. ഏത് വഴിയാണ് വരുന്നതെന്ന് അറിയില്ല, അതുകൊണ്ട് ബ്ലാങ്ക് ആക്കി വെക്കുന്നു. ഇനി തൊട്ടടുത്ത സ്റ്റെപ്പ്, ഇയിലോട്ട് ബിക്കും ജിക്കും അറിയാം ഇയിലോട്ട് എത്ര ദൂരം ഉണ്ട് എന്നുള്ളത്. കാരണം ഇയുടെ നൈബറാണ് ബി, ഇയുടെ നൈബറാണ് ജി. അപ്പം ബി നോക്കുമ്പോൾ ബിക്ക് ഇവിടെ 2 ഓൾറെഡി കോസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ബി നിന്ന് ഇയിലോട്ട് എത്താൻ വേണ്ടിയിട്ട് കോസ്റ്റ് 2 ആണ്. അപ്പം എന്താണ്, എയിൽ നിന്ന് ഇയിലോട്ട് എത്തണമെങ്കിൽ ടോട്ടൽ എന്തായി? 2 + 2 4 മതി. 4 കൊണ്ട് ഇയിലോട്ട് എത്താമെന്ന് മനസ്സിലായി. ഏത് വഴി? ഇപ്പം എന്ന് ബി വഴി വരികയാണെങ്കിൽ അതാണ് ഇവിടെ ഈ 4 എന്ന് 4b എന്ന് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, എയിൽ നിന്ന് ബിയിലോട്ട് 2, ബിയിൽ നിന്ന് ഇയിലോട്ട് 2, സോ ടോട്ടൽ 4. സോ എയിൽ നിന്ന് ഇയിലോട്ട് എത്താൻ വേണ്ടിയിട്ട് 4 ത്രൂ ദിസ് റൂട്ട് ബി. ഓക്കെ, അതേപോലെ തന്നെ ഇതും വേണമെന്ന് നോക്കാം. എയിൽ നിന്ന് ജിയിലോട്ട് എത്താൻ വേണ്ടിയിട്ട് 6 ആണ്. ജിയിൽ നിന്ന് ഇയിലോട്ട് എത്താൻ വേണ്ടിയിട്ട് 1 ആണ്. സോ 7 ഉണ്ട്. സോ 7-നെക്കാട്ടും ബെറ്റർ ആണ് 4. സോ അതുകൊണ്ടാണ് ഇവിടെ 4b സെലക്ട് ചെയ്തത്. അല്ലായിരുന്നെങ്കിൽ ഇവിടെ എന്തായിരുന്നു ഉണ്ടാവുക? 7g എന്നാണ് ഉണ്ടാവുക. ബട്ട് അതിനെക്കാട്ടും ചെറുതാണ് ഇതുവഴി വരുന്നത്, അതുകൊണ്ടാണ് 4b എന്ന് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി കുറച്ചുകൂടി നൈബേഴ്സിനെ എക്സ്പ്ലോർ ചെയ്യുന്നതാണ് അടുത്ത സ്റ്റെപ്പിൽ. ഇയിൽ നിന്ന് എച്ചിലോട്ട് ഡയറക്റ്റ് റൂട്ടില്ല. എഫിലോട്ട് പോയിട്ട് എച്ചിലോട്ട് പോവാം, അല്ലെങ്കിൽ ജിയിൽ നിന്ന് ഇവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് പോവാം. ഓക്കെ, ജിയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് പോകുന്ന സമയത്ത് നോക്കുകയാണെങ്കിൽ എയിൽ നിന്ന് ജിയിലോട്ട് എത്രയുണ്ട്? 6 ഉണ്ട്. ജിയിൽ നിന്ന് എച്ചിലോട്ട് 4 ഉണ്ട്. ഓക്കെ, സോ ഇപ്പോൾ ഉള്ള അവൈലബിൾ ആയിട്ടുള്ള ഇത് വെച്ചിട്ട് ഇവിടെയുള്ള 6, ഓക്കെ, ഇവിടെ ചേഞ്ച് ഇവിടെ 6 എന്ന, ഓക്കെ, 6 + 4 10 വരുമായിരുന്നു. പിന്നെ അതേപോലെ ഇവിടെ നിങ്ങൾ പോവുകയാണെങ്കിലോ, എ ബി ഇ ജി എച്ച് പോവുകയാണെങ്കിലോ, എന്ന് ബിയിലോട്ട് 2, ബിന്ന് ഇയിലോട്ട് 2 4, ഇന്ന് ജിയിലോട്ട് 1 5, 5ഉം ഈ ഒരു 4ഉം കൂടിയാൽ 9 കൊണ്ട് എച്ചിലെത്താം. ഓക്കെ, സോ ഇപ്പോൾ വെച്ചിട്ട് H9G എന്ന് അപ്ഡേറ്റ് ചെയ്തു. ബട്ട് ആ സമയം തന്നെ ഇയുടെ നൈബർ ആയിട്ടുള്ള എഫ് ഇവിടെ ഉണ്ടായിരുന്നു. ആ എഫിലോട്ടുള്ള ദൂരം എത്രയാ? 2. അപ്പം എഫ് നമ്മൾ എത്ര ദൂരം എടുക്കും? 2 4 6, 6 കൊണ്ട് എഫിലെത്താം. സോ എഫിൽ എയിൽ നിന്ന് 6 ഡിസ്റ്റൻസിലെത്താം ത്രൂ ഇ. ഇനി ഈ എഫ് നിന്ന് എച്ചിലോട്ട് എത്ര ദൂരം? എഫ് നിന്ന് എച്ചിലോട്ട് 2 ദൂരമേ ഉള്ളൂ. സോ ടോട്ടൽ കൂട്ടുകയാണെങ്കിൽ എത്രയാ? 8 മതി. 2 4 6 8 മതി. സോ ഇതിനെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യും, 9-നെ അപ്ഡേറ്റ് ചെയ്ത്, കാരണം 9-നെക്കാളും ചെറുതാണ് 8. എച്ച് 8 ആക്കി മാറ്റും ത്രൂ ഏത് റൂട്ടർ? എഫ്. ചെറിയ ക്ലാരിറ്റി ഇഷ്യൂ ഉണ്ടാവും. ജസ്റ്റ് ഒരു ഓവർവ്യൂ മാത്രം മനസ്സിലാക്കുക, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇപ്പം ഇതാണ് ഷോർട്ടസ്റ്റ് പാത്ത് റൂട്ടിംഗ് എന്നുള്ളൊരു ഐഡിയ മനസ്സിലായല്ലോ. ആ ഷോർട്ടസ്റ്റ് പാത്ത് റൂട്ടിങ്ങിന്റെ ഈ ഒരു എക്സാമ്പിൾ ഒന്നും കൂടി അടുത്ത ക്ലാസ്സിൽ എടുക്കാം, അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പോൾ ടൈം ആയിട്ടുണ്ട്. ഏകദേശം ഒരു ഐഡിയ മനസ്സിലായിരിക്കുന്നു. ബാക്കി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ് എടുക്കാം. എന്താണ് ഷോർട്ടസ്റ്റ് പാത്ത് എന്ന് മനസ്സിലാക്കുക, പാത്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് മനസ്സിലാക്കുക, ആൻഡ് ഈ ഒരു എക്സാമ്പിൾ നമുക്ക് ഒന്നുകൂടി അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, സോ അറ്റൻഡൻസ് പറഞ്ഞോളൂ. ആകാശ്, അഭിനന്ദ്, അഭിനവ്, സർ. ഓക്കെ, ആദർശ്, അദ്വൈർ, അജ്മൽ, അഖിൽ, അനഘ,
അജ്മൽ അബ്സെന്റ് ആണോ? അജ്മലെ. അഞ്ജലി അനുഗ്രഹ് അതിൻ. അതിൻ രണ്ടുപേരും എനിക്ക് മെസ്സേജ് അയക്കാം. അതുൽ, ദേവിക, അതിൽന. മസ്ന, ജസ്ന, കാർത്തിക്. ഓക്കെ. സിനാൻ, ഇജോസ്, നഫ. ഇജാസ്. ഓക്കെ. കീർത്തന. Present, sir. ഓക്കെ. നഫ, നേഹ, നിതിൻ. Present, sir. നഫ. ഓക്കെ. പ്രണവ്, പ്രണവ്സി, റൈസ, റസാന. ഓക്കെ. റുസിൻ, റോഷൻ, സാലാബി, സാലായൻ. റുസിൻ നേരത്തെ ഉണ്ടായിരുന്നല്ലോ, നമുക്ക് മെസ്സേജ് അയക്കാൻ പറയാം. സംഗീത്, സാരംഗ്, ഷാരൂൺ, ശ്രദ്ധ. ഓക്കെ. വിഷ്ണു, വൈഷ്ണവി, ശ്രീഷ്മ, അഞ്ജിത, ഷിറോണ. Present, sir. ഓക്കെ. ഓക്കെ ദെൻ. ഓക്കെ, അടുത്ത ക്ലാസ് എടുക്കാം. ഓക്കെ, താങ്ക് യു. ഓക്കെ അജ്മൽ. ഓക്കെ ദെൻ. ഓക്കെ. റുസിനോടൊന്ന് എനിക്ക് മെസ്സേജ് അയക്കാൻ പറയാം. ഓക്കെ, താങ്ക് യു. ബൈ.